നമുക്കപ്പോൾ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആ ചോദ്യം ഇങ്ങനെ പറഞ്ഞു, ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ഓർഗാനിക് റിയാക്ഷനാണ്. ഈ റിയാക്ഷൻസ് എല്ലാം തന്നെ NCERT കോപ്പി പേസ്റ്റ് ആണ്. എനിക്ക് നിങ്ങളോട് ഉടനീളം ഞാൻ 30 ചോദ്യങ്ങളിവിടെ ആൻസർ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് NCERT പഠിക്കുക, അതനുസരിച്ച് സ്കോറിങ്ങിലേക്ക് വരിക. അതാണ് അതിനുള്ള തെളിവുകളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാം. ഈ 2024 ചോദിച്ച ക്വസ്റ്റ്യൻ്റെ മീനിങ് അത് തന്നെയാണ്. NCERT നന്നായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അത് എഴുതാനും സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾ നോക്കുക, അവിടെ എ എന്ന് പറഞ്ഞാൽ പക്ഷേ ഫീനോൾ സിങ്ക് ഡസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഹീറ്റ് ചെയ്യുന്നു. ഒരു സംശയവും വേണ്ട, ഫീനോൾ സിങ്ക് ഡസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഹീറ്റ് ചെയ്താൽ അവിടെ ബെൻസീൻ ആയിരിക്കും കിട്ടുന്നത്. നമ്മൾ +1 ക്ലാസ് മുതൽ പഠിക്കുന്നുണ്ട്. അത് NCERT ടെക്സ്റ്റ് ബുക്കിൽ ബെൻസീൻ്റെ പ്രിപ്പറേഷനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ സെക്കൻഡ് ഇയറിലെ ക്ലാസ്സിൽ ഫീനോളിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നുണ്ട്. അത് അപ്പം നമുക്കത് നന്നായിട്ട് അറിയാം. ഫീനോൾ എടുക്കുന്നു, ഫീനോളിനെ നമ്മൾ എന്ത് ചെയ്യുക, സിങ്ക് ഡസ്റ്റ് വെച്ചിട്ട് ഹീറ്റ് ചെയ്ത് കൊടുക്കുക. ഹീറ്റ് ചെയ്തുമ്പോൾ എന്ത് സംഭവിക്കും, സിങ്ക് ഓക്സൈഡും കിട്ടും, ബെൻസീനും കിട്ടും. അപ്പോൾ ബെൻസീൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ആ റിയാക്ഷൻ. അപ്പം എ ബെൻസീനാണ്, A3 ആണ്. A3 ഉള്ള 3ഉം 4ഉം ഓപ്ഷൻ ഉണ്ട്. അടുത്ത ബി നോക്കാം, ഫീനോൾ ക്ലോറോഫോമും അതുപോലെ തന്നെ സോഡിയം ഹൈഡ്രോക്സൈഡ് HCl. അപ്പോൾ അസിഡിഫിക്കേഷൻ നടത്തുന്നു ക്ലോറോഫോം. അപ്പോൾ ഫീനോൾസ് ട്രീറ്റഡ് വിത്ത് ക്ലോറോഫോം ആൻഡ് ആൽക്കലി എന്നുള്ള റിയാക്ഷൻ നമുക്കറിയാം. റീമർ ടീമർ റിയാക്ഷൻ വളരെ ഫേമസ് ആയിട്ടുള്ള NCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന റിയാക്ഷനാണ്. സാലിസിൽ ആൽഡിഹൈഡാണ് അവിടെ കിട്ടുന്നത്. സാലിസിൽ ആൽഡിഹൈഡിൻ്റെ സ്ട്രക്ചറൊക്കെ നമുക്കറിയാം. അതായത് CHO, അതിൻ്റെ കൂടെ ഓർത്തോ പൊസിഷനിൽ OH ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഇതാണ് സാലിസിൽ ആൽഡിഹൈഡ്. അപ്പം B1 ആണ്, B1. അപ്പം ഓപ്ഷൻ 3ലേക്ക് നമുക്ക് ഈസി ആയി പോകും. അടുത്തേയും കൂടെ നോക്കാം, ഫീനോൾ, കാർബൺ ഡൈ ഓക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ് HCl. അപ്പോൾ ഇവിടെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് സാലിസിലിക് ആസിഡ് ആയിരിക്കും കിട്ടുന്നത്. അപ്പം അതാണ് കോൾബ് റിയാക്ഷൻ എന്ന നെയിമിൻ്റെ അണ്ടറിൽ നമ്മൾ പറയുന്നത്. അതുപോലെ ഫീനോൾ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് D4 തന്നെയാണ് പിക്രിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതും ഈ 4 കാര്യങ്ങളും NCERT ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഐഡിയകളാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു ബോർഡ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നൊരു കുട്ടിക്ക് വരെ ഇതിൻ്റെ ആൻസറിലേക്ക് വരാൻ പറ്റും. മറ്റ് വലിയ എൻട്രൻസ് പോയിന്റുകളോ ചിന്താഗതികളിലേക്കൊന്നും പോകണ്ട. നമ്മൾ വലിയ ചോദ്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് NCERT റീഡ് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ച് ഇതെല്ലാം അഡ്വാൻറ്റേജ് ആണ്. ഈസി ആൻസറിലേക്ക് പോകാം. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ.